നമുക്ക് മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രിയിലും സർവശക്തനായ ദൈവം അവസരങ്ങളെ നൽകി തന്നതിനായി ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ഇടപെടുന്ന ദൈവമാണ്. നാം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും അതിനെ മറികടക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിത മണ്ഡലത്തിൽ അയക്കുവാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിലേക്ക് ആരൊക്കെ തിരിയുന്നോ അവരെല്ലാം സമൃദ്ധിയിലേക്ക് എത്തപ്പെടും, അവരെല്ലാം മാന്യത കാണും. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഉന്നതമായിരിക്കും. ശ്രേഷ്ഠകരമായ പദവികൾ തന്ന് നമ്മെ ബലപ്പെടുത്തുവാൻ യേശുവിന് കഴിയും, മാന്യമായി നടത്തുവാൻ കർത്താവിന് കഴിയും. നാം എവിടെയൊക്കെ ഒറ്റപ്പെട്ടെന്ന് തോന്നിയോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകിത്തരും. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ എത്ര വലുതാണെന്നറിയാം, നമ്മളോടുള്ള കർത്താവിൻ്റെ ദയ എത്രയോ ഉന്നതമാണെന്നറിയാം. നമ്മെ കർത്താവ് സ്നേഹിക്കുന്നത് എത്ര ആഴമായിട്ടാണ് എന്നറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. പ്രാർത്ഥനാനിരതമായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഓരോ ദൈവമക്കളും അനുഗ്രഹത്തിൻ്റെ പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന വിശ്വാസത്താൽ അവരെ ഉയർത്തുമെന്ന് വിശ്വസിക്കണം. വിശ്വാസത്താൽ ദൈവം എന്നെ ആദരിക്കുമെന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് നാം ജീവിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ എത്തിക്കും എന്നുള്ളതിന് മാറ്റമില്ല. സർവശക്തങ്ങളിലേക്ക് തിരിയുമ്പോഴാണ് അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന അഭിവൃദ്ധികളും മാന്യതകളും അനുഗ്രഹങ്ങളും ചെറുതല്ല എന്ന് വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നു. വലിയൊരു വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. നാം കരഞ്ഞതിന്, നാം നിലവിളിച്ചതിന്, നാം ഒറ്റപ്പെട്ടതിന്, നാം വേദനിക്കപ്പെട്ടതിന് എല്ലാം ദൈവം ഒരു മറുപടി നൽകി തരും. വിശ്വസിക്കുന്നു എങ്കിൽ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചോ. എല്ലാറ്റിനും ഒരു മറുപടിയുണ്ട്, എല്ലാറ്റിനും ഒരു മറുപടിയുണ്ട്. പ്രാർത്ഥനാനിരതമായി ദൈവസന്നിധിയിൽ കരയുന്ന ദൈവമക്കൾ ഒന്നറിഞ്ഞുകൊള്ളണം, ദൈവനീതിയുള്ള ന്യായാധിപതിയാണ്. സർവശക്തന്റെ കരുതൽ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമ്മൾ കടന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് ഈ ദൈവശബ്ദത്തിന് വില കൊടുക്കുന്ന ഓരോ ദൈവമക്കളും ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, എൻ്റെ ദൈവം ഒരുക്കുന്ന വഴികൾ ശ്രേഷ്ഠമായിരിക്കും, ദൈവം ഒരുക്കുന്ന പദവികൾ ഉന്നതമായിരിക്കും. നാം ആരാധിക്കുന്ന ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഏത് പ്രതികൂലത്തെയും മാറ്റുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രിയിലും നമ്മൾ ഉയർത്തുന്നത്. വിശ്വസിക്കുന്നു എങ്കിൽ ഈ സമയത്ത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ഏത് പ്രതികൂലങ്ങളെയും മാറ്റുവാൻ യേശുവിന് കഴിയും, ഏത് സങ്കടങ്ങളെയും മാറ്റുവാൻ യേശുവിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ വേദനകൾ തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം തിരിയുമ്പോഴാണ് കർത്താവ് വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. വലിയ ദൈവപ്രവർത്തികളിലേക്ക് കർത്താവ് നമ്മെ നടത്താൻ പോകുന്നത്. പ്രിയമുള്ളവരെ, വചനത്തോടുകൂടി എത്രത്തോളം സമയം ചെലവഴിക്കുന്നോ അനുഗ്രഹം അത്രമേലായിരിക്കും. വചനത്തോടുകൂടി എത്രത്തോളം കാത്തിരിക്കുന്നോ അനുഗ്രഹം അത്രമേൽ ഉന്നതമായിരിക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത അറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ നോക്കി ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടേ മതിയാകെയുള്ളൂ, ദൈവത്തിൻ്റെ അത്ഭുതം നടന്നേ മതിയാകെയുള്ളൂ, പരിശുദ്ധാത്മാവ് വാതിലുകൾ തുറന്നേ മതിയാകെയുള്ളൂ, നിങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സംഭവിക്കപ്പെട്ടേ മതിയാകെയുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. വലിയ വാഗ്ദത്ത കാലങ്ങൾ നമ്മുടെ ലൈഫിൽ കർത്താവ് അയക്കാൻ പോകുകയാണ്. വലിയ അടയാളങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുകയാണ്. വലിയ ദൈവ പ്രവർത്തികൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോകുകയാണ്. ടോജിൻ മാത്യുവിനോട് കർത്താവ് പറയുന്നു, ഒത്തിരി പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിന്നോ. ദൈവം തുറക്കുന്ന വഴികൾ ചെറുതല്ല, ദൈവം ഒരുക്കുന്ന അത്ഭുതങ്ങൾ ചെറുതല്ല, ഉന്നത നിലയിൽ അത് വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അവൻ നീ കടന്നുപോയ കഷ്ടതയുടെ സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു ദൈവപ്രവൃത്തി,
അത് കണ്ണുകൊണ്ട് കാണുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അലച്ചു കളയുന്ന സകല പ്രതികൂലങ്ങളുടെ മേലും ഒരു ജയമുണ്ട്. വത്സന്മാർ ഡേവിഡിനോട് കർത്താവ് പറയുകയാണ്, പ്രാർത്ഥന കുറയ്ക്കണ്ട, ഒരു ജയമുണ്ടെന്ന് പറയാൻ കർത്താവ് പറയുക. ഒരു ജയമുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്, ഒരു കരുതലുണ്ട്, ദൈവത്തിൻ്റെ അടയാളം വെളിപ്പെട്ടിരിക്കും. സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ വേണ്ടി പോകുകയാണ്, ദൈവം വേഗത്തിൽ എന്നെ സഹായിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുവാൻ വന്നവരെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, മനുഷ്യന്റെ സഹായം വ്യർത്ഥമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. പെട്ടെന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്ന് രാത്രി ഈ വേടിനും നാമേം പറയണം, എന്നെ മനുഷ്യനല്ല സഹായിക്കുന്നത്, എന്നെ വ്യക്തികളല്ല സഹായിക്കുന്നത്, എന്നെ സർവശക്തനായ ദൈവം സഹായിക്കാൻ പോകുകയാണ്. ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കഴിവുള്ളവർ ഇപ്പോൾ തന്നെ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. മാനുഷിക പദ്ധതികളുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ കാലങ്ങളിലേക്ക് കർത്താവ് എന്നെ എത്തിക്കും. എൻ്റെ പ്രതിസന്ധി മാറിപ്പോകും, എൻ്റെ സങ്കടം നീങ്ങിപ്പോകും, എൻ്റെ വെല്ലുവിളി നീങ്ങിപ്പോകും. ഞാനൊരു കാര്യം പറയാം, പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് അതിനോട് താതാത്മ്യപ്പെട്ട് ജീവിക്കാനല്ല, ഒരു സ്വർഗീയ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഒരു സ്വർഗീയ മറുപടി നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടേ പറ്റത്തുള്ളൂ, ഒരടയാളം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ, ഒരു വീര്യ പ്രവൃത്തിയിലേക്ക് നാം കയറിയേ മതിയാകത്തുള്ളൂ. ഏതൊക്കെ നിലകളിലാണോ ദൈവത്തിന്റെ കരം ചലിക്കാനുള്ളത്, ആ നിലകളിൽ ദൈവകരം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വീകരിക്കാൻ കഴിയുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ. ഒരു വൻകാര്യം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്തത്, വെളിപ്പെട്ടിട്ടില്ലാത്തത്, നടന്നിട്ടില്ലാത്തത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. കർത്താവ് അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് നിങ്ങളോട് പറയാണ്, ദൈവം ചിലത് ആരംഭിച്ചു കഴിയുകയാണ്. ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി കരയുന്ന ആളുകളുണ്ട്, പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി കരയുന്ന ആളുകളുണ്ട്. കർത്താവെ എന്നെ ഒന്ന് ആദരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളുണ്ട്, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് കരയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഈ രാത്രി കർത്താവ് പറയാം, നമ്മോട് മനസ്സലിയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മെ വിടുവിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, നമ്മെ സഹായിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പലപ്പോഴും ജീവിത മേഖലയിൽ നമ്മെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. ഒരു നല്ല വാക്ക് പറയാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ദൈവകൃപയിൽ നീ ആശ്രയിച്ചിട്ടും ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലാതിരിക്കുന്നല്ലോ എന്നോർത്ത് കരയുന്ന ദൈവമേ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നിന്നോട് വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എത്ര വലിയ ആൾക്കൂട്ടം നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും, എത്ര ആളുകൾ ആമേൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു കാര്യം ചെയ്യാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് കാര്യങ്ങൾ ചെയ്യും. ആമേൻ പറഞ്ഞു സ്വീകരിച്ചേ. ഇന്ന് രാത്രിയിൽ ജാലിയ സാറാ ജേക്കബിനോട് കർത്താവ് പറയാ, നിന്നിൽ ഒരു കാര്യം ചെയ്യാൻ ദൈവം നിരൂപിച്ചിട്ടുണ്ട്, അത് വെളിപ്പെടുത്താൻ പോകുകയാണ്, അത് സംഭവിക്കപ്പെടാൻ പോകുകയാണ്. ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വേണ്ടുന്ന എല്ലാ പദ്ധതികളും നിന്നിലൂടെ വെളിപ്പെടുന്ന സമയമായെന്ന് ഈ രാത്രിയിൽ കർത്താവ് ദൂത് പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ എന്ന് പറഞ്ഞ ഈ ദൂതൊന്ന് ഏറ്റെടുക്കണം. ആദ്യമായിട്ട് ഇന്ന് രാത്രി ലൈവിൽ വന്നവരും ആമേൻ പറഞ്ഞു ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കും. ദൈവശബ്ദത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും തളർന്നു പോകുമ്പോൾ, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഉറച്ചിരിക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ നോക്കി നീ രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ, ഇനി നിനക്ക് വഴിയില്ലെന്ന് പറയുമ്പോൾ, ഇനി നിന്റെ ജീവിതത്തെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ദൈവവൈതലിനോട് ദൈവത്തിന് പറയാനുള്ള ഒരു സന്ദേശം
ഈ സാഹചര്യത്തെയും നീ മറികടക്കും. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വീകരിച്ചേ. എന്നിട്ട് പറഞ്ഞേ, എൻ്റെ ജീവിത മേഖലയിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കുമെന്ന്. എൻ്റെ ജീവിത മേഖലയിൽ ദൈവം എനിക്ക് വേണ്ടി ആമേൻ വെളിപ്പെടുമെന്ന്, എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല എന്ന് വിശ്വസിക്കണം. ഇന്ന് രാത്രിയിൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം, ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. കർത്താവ് പറയും, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. വലംകരം പിടിച്ച് രക്ഷിക്കുന്നൊരു ദൈവം, സഹായിക്കുന്നൊരു ദൈവം, ചേർത്ത് നിർത്തുന്നൊരു ദൈവം. ഈ ലോകത്തിൽ എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ അടയുമ്പോഴും ഒരു പുതുവഴി കർത്താവ് തുറക്കാൻ പോകുകയാണ്. പുതുവഴി തുറക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറക്കും. എൻ്റെ ജീവിത സാഹചര്യത്തിൽ അശ്വതി ജോണിനോട് കർത്താവ് പറയുന്നു, ദൈവം ആമേൻ വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ഡേവിഡിനോട് കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കപ്പെടുമെന്ന്, ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ സംഭവിക്കപ്പെടുമെന്ന് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സ്വീകരിച്ചേ, ഇപ്പോൾ സ്വീകരിച്ചേ, ഇപ്പോൾ സ്വീകരിച്ചേ, ഇപ്പോൾ സ്വീകരിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ലിജോ മാത്യുവിനോട് കർത്താവ് പറയുകയാണ്, എനിക്കാമേൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവാത്മാവ് പറയുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഇറങ്ങുമെന്ന് വിശ്വസിക്കാൻ ദൈവാത്മാവ് പറയുക. ഗോഡ്വിൻ ഹെബിക് ബ്രദറെ, ഒരു ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ആമേൻ. വാഗ്ദത്ത കാലങ്ങളിലേക്ക് എബിജക്ക് ബ്രദറെ, ഒരു വാഗ്ദത്ത കാലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കയറ്റാൻ പോകുകയാണ്, കയറ്റാൻ പോകുകയാണ്, കയറ്റാൻ പോകുകയാണ്. ശത്രു എഴുതിയത് ചിലത് ദൈവം എടുത്തു കളയുകയാണ്. ദുഷ്ടൻ എഴുതിയത് ചിലത്, നിങ്ങൾക്ക് വിരോധമായി എഴുതിയത്, നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി എഴുതിയത്, നിങ്ങൾ ഉയർച്ച കാണരുതെന്ന് പറഞ്ഞെഴുതിയത്, വാഗ്ദത്തങ്ങൾ സംഭവിക്കരുതെന്ന് പറഞ്ഞെഴുതിയത്, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ചിലത് നീങ്ങുന്ന രാത്രിയാണ്. സ്വീകരിച്ചോ? ചിലത് നീങ്ങാൻ പോകുക. നിങ്ങളുടെ കഷ്ടത ദൈവം മാറ്റാൻ പോകുക. നിങ്ങളുടെ കണ്ണുനീര് ദൈവം മാറ്റാൻ പോകുക. നിങ്ങളുടെ വിലാപം ദൈവം മാറ്റാൻ പോകുക. നിങ്ങളുടെ വേദന ദൈവം മാറ്റാൻ പോവുക. ഇനി നീ വേദനിച്ച് കരഞ്ഞ് തകരുന്ന ഒരു സീസൺ അല്ല, അത്ഭുതങ്ങൾ കാണുന്ന സീസൺ ആണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ദൈവഹിതം വെളിപ്പെടുന്ന ആമേൻ സീസൺ ആണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചെന്ന് പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് നന്മയ്ക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന സമയങ്ങളാണ്. ആമേൻ. റാഞ്ചൽ പ്രബലകസിയ വൈഡ് പ്രബലകദിനിയ. ഇപ്പോൾ സ്വീകരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പടാ. ഇപ്പോൾ സ്വീകരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ. ദൈവത്തിന്റെ അത്ഭുതം നടക്കുമെന്ന്, അത്ഭുതം നടക്കുമെന്ന്, അത്ഭുതം നടക്കുമെന്ന്, അത്ഭുതം നടക്കുമെന്ന് നാവ് തുറന്നൊന്ന് പറഞ്ഞേ. നിരാശയുടെ വാക്ക് പറയാനല്ല, വാഗ്ദത്തങ്ങളുടെ വാക്ക് പറയാനാ ദൈവം നിങ്ങളെ വിളിച്ചത്. നിരാശ പറഞ്ഞിരിക്കാനല്ല, വാഗ്ദത്ത വഴികളെ വിശ്വസിക്കാനാ കർത്താവ് നിങ്ങളെ വിളിച്ചത്. വേദനയുടെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അത്ഭുതകരമായ ദൈവ പദ്ധതികളുടെ വാക്കുകൾ വെളിപ്പെടുത്താനാ കർത്താവ് നിങ്ങളെ വിളിച്ചത്. ഇന്ന് രാത്രിയിൽ കരയുന്ന ചിലതിനെ നോക്കി കർത്താവ് വിളിച്ചു പറയുന്നു, ദൈവഹിതത്തിന്റെ നാളുകൾ അകലെയല്ല,
ദൈവ പ്രവൃത്തിയുടെ നാളുകൾ അകലെയല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വഴികൾ ഏറ്റവും ഉന്നതമാണ്, ഏറ്റവും വിശാലമാണ്, ഏറ്റവും വലുതാണ്. സ്വീകരിക്കാൻ കഴിയുന്നവർ ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത് ഞാൻ കാണുന്നു. നന്മ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഉയർച്ച കാണത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് രാത്രി ദൈവം പറയാം, നിങ്ങളെ ഉയർത്താൻ ഒരു വഴി ദൈവം ഒരുക്കുന്നുണ്ട് കേട്ടോ. മാനിക്കാൻ ഒരു വഴി ദൈവം ഒരുക്കുന്നുണ്ട് കേട്ടോ. വാഗ്ദത്തങ്ങളുടെ വഴി കർത്താവ് ഒരുക്കുന്നുണ്ട് കേട്ടോ. ആമേൻ ആമേൻ. നിന്റെ തലമുറ ആമേൻ തകർന്നു പോകത്തില്ലെന്ന് പറയാൻ കർത്താവ് പറയുക. കുഞ്ഞുങ്ങളുടെ കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്ന ചില ആളുകൾ ഇന്ന് രാത്രി ലൈവിലുണ്ട്. തലമുറകളുടെ വിഷയങ്ങളെ ഓർത്ത് പരിശുദ്ധാത്മാവ് പറയുക, തകർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. യേശുവിൻ നാമത്തിൽ ചില പുതിയ കാര്യം ദൈവം ചെയ്യാൻ പോകുക. മനോജുമരങ്ങളെ ചില പുതിയ കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. കർത്താവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി പറയുക, പഴയതല്ല പുതിയത് ദൈവം ചെയ്യാൻ പോകുക. അവൻ പുതിയ ചിലതിലേക്ക് കർത്താവ് കാലെടുത്ത് ഉറപ്പിക്കാൻ പോകുക. പരിധി വെച്ചത് ഇവിടെ വരെ മടി എന്ന് പറഞ്ഞത് ദൈവം എടുത്തു കളയുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ മറിയമ്മ മാത്യു പ്രാർത്ഥിച്ചോണം. ഒരു വിശാലതയുടെ നന്മയിലേക്ക് കർത്താവ് എത്തിക്കുന്ന സമയമാണ്. റോസി സ്റ്റീഫന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുന്നുണ്ട്. അത് നിസ്സാരമായ വാതിലല്ല, അത് അത്ഭുതകരമായ വാതിലാണ്. അത് ദൈവ പ്രവൃത്തിയുടെ വാതിലാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു പുതിയ സീസണിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. പുതിയ നന്മയിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ചില വാഗ്ദത്തങ്ങൾ ചില കുടുംബങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ ജീവിതം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരൊക്കെ നിങ്ങളുടെ തകർച്ച കാണാനിരിക്കുന്നെങ്കിലും അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തകർച്ച കാണുവാൻ കൊതിക്കുന്നവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിങ്ങൾ ഉയർച്ചകളെ കാണുന്ന ഒരു സീസണാണ്. നിങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ നാളുകളിൽ വെല്ലുവിളിച്ച് ആമേൻ 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 ഒന്നുമില്ലാതാക്കി കളയുവാൻ ശത്രു നോക്കിയ സ്ഥാനത്ത് ആമേൻ ദൈവം നിങ്ങളിൽ ഒരു വൻകാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചേ. ഒരു വലിയ ദൈവ പ്രവൃത്തി സംഭവിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഒരടയാളം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ അനുഗ്രഹം ആരും കവരത്തില്ലെന്ന് പറയുന്നു. ടെൽമാച്ചോസ്, അനുഗ്രഹം ആരും കവരത്തില്ല. അഞ്ഞു തങ്കച്ചൻ, അനുഗ്രഹം ആരും കവരുകയില്ല. രമ്യ അനിൽ, അനുഗ്രഹം ആരും കവരുകയില്ല. യേശുവേ നന്ദി കർത്താവേ. രാജമ്മ ഗോപാൽ, അനുഗ്രഹം ആരും കവരുകയില്ല. ഷൈനി എഫ്സനോട് കർത്താവ് പറയുക, ഒരു അസാധാരണത്വമുള്ള ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലം വെളിപ്പെടുകയാ, അങ്ങനെ ഒരു ടൈം ആകുകയാ. പ്രാർത്ഥിച്ചേ. ലാർത്തൽ പ്രബലഗതനിയ. സ്വീകരിച്ചേ. മിനിമോൾ ആന്റി ഒരു അനുഗ്രഹത്തിന്റെ കാലത്തിലേക്ക് കർത്താവ് കയറ്റാൻ പോകുകയാണ്. അങ്ങനെയുള്ളൊരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മിൽ ഒരു വലിയ ദൈവപ്രവൃത്തി അയക്കും. ഇന്ന് രാത്രി കരയുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ തുടങ്ങും, അടയാളത്തെ ചെയ്യാൻ തുടങ്ങും. ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാവിലെ നമുക്ക് അനുഗ്രഹീതമായ വിടുതൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ സന്ദേശം കേട്ടിട്ടില്ലാത്തവര് ആ സന്ദേശം കേൾക്കണം. അസാധാരണമായത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ചർച്ചിനകത്ത് വന്നിരുന്ന ഞങ്ങളുടെ ഒരു സഹോദരി ഇപ്പോൾ ലൈവിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവരെ ഞാൻ കണ്ടില്ല. എന്നെ വീട്ടിൽ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അസാധാരണമായ ഒരു കാര്യം വീട്ടിൽ ചെന്നപ്പോൾ
തനിക്കൊരു ഫോൺ കോൾ വന്നു. കർത്താവ് മണിക്കൂറുകൾക്കുള്ളിൽ താൻ ചിന്തിച്ചതല്ല, താൻ ഒരിക്കലും കരുതിയതല്ല, താൻ തള്ളപ്പെട്ട സ്ഥാനത്ത്, തന്നെ അവഗണിച്ച സ്ഥാനത്ത്, മാറ്റി നിർത്തിയ സ്ഥാനത്ത് ആമേൻ ആ സഹോദരിയെ വിളിച്ച് ആമേൻ സ്വന്തം സഹോദരൻ തന്നെ പറഞ്ഞു, ആമേൻ എനിക്കും ഈ കർത്താവിനെ വേണം. ആമേൻ ഇന്നലകളിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആമേൻ ഒത്തിരി വിഷമവാക്യങ്ങൾ പറഞ്ഞതാണ്, വിഷമകരമായ അന്തരീക്ഷങ്ങൾ പറഞ്ഞതാണ്. നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചതാണ്. എന്നാൽ ഇന്ന് ചോദിച്ചു, നീ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് എന്നെ കൂടെ കൊണ്ടുപോകണമെന്നുള്ള നിലയിലേക്ക്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, പ്രസംഗിക്കുന്നത് സാധാരണ കാര്യമല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനമാ. വചനം നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ നിന്നെ ദൈവം രക്ഷപ്പെടുത്തും. നീ മാനിക്കപ്പെടുമെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ അപമാനങ്ങൾ ഉണ്ടെങ്കിലും ദൈവം മാനിക്കും. ഉയർത്തപ്പെടുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നിലകളിൽ ഉയർത്താനുണ്ടോ അവിടെ എല്ലാം ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അടുത്തു വരികയാണ്. കർത്താവിന്റെ നിയോഗത്തിന്റെ ദൂതിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കപ്പെടാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ആമേൻ ചർച്ചിലെ ഒത്തിരി ആമേൻ ഉപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അതൊക്കെ ഡേ ബൈ ഡേ അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകൃതമാക്കി കൊണ്ടുവരികയാണ്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ആമേൻ ക്രമീകരിക്കപ്പെടുവാൻ വേണ്ടിയുണ്ട്. ചിലതെല്ലാം ഒരുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും നിങ്ങളാൽ കഴിയുന്ന നിലകളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നവർ ആ നിലകളിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. നിശ്ചയമായും അതൊരു അനുഗ്രഹമായി മാറും, നന്മയായി മാറും. കർത്താവ് എല്ലാം നന്നായി ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കും, മാറ്റമില്ല. വചനം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ളൊരു ദൈവശബ്ദം ആമേൻ ഞാൻ വായിക്കുകയുണ്ടായി. ആ ദൈവശബ്ദം കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ എല്ലാം ആമേൻ പഴയതിനേക്കാൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് നൽകി തന്ന ദൂതിലേക്ക് കടക്കുകയാണ്. ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ ചില നിർദ്ദേശങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ഒത്തിരി കുടുംബങ്ങളുടെ ജീവിതത്തെ കർത്താവ് തിരുത്താൻ പോകുകയാണ്. കർത്താവിന് ചിലത് ചെയ്യുവാനുണ്ട്, കർത്താവിന് ചിലത് വെളിപ്പെടുത്തുവാനുണ്ട്. നമ്മളെ കർത്താവ് അനുവദിച്ചാല് ആമേൻ ഈ ദിവസങ്ങളിൽ റോമാലേഖനം 12 നിന്നാണ് നമ്മൾ ശുശ്രൂഷിക്കാൻ പോകുന്നത്. 12 നിന്നാണ്. അത് ഇന്ന് രാത്രി കൊണ്ട് ഈ സന്ദേശം തീരത്തില്ല. ആമേൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെളിപ്പെടാൻ പോകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തില് ഇത് കടന്ന് ഈ ശുശ്രൂഷ വെളിപ്പെടുക തന്നെ ചെയ്യും. യേശുവിൻ നാമത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചോണം. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 9 മുതലുണ്ട്. അത് ഏതാണ്ട് ആമേൻ 16, 17 വാക്യങ്ങൾ വരെ, 18 വാക്യങ്ങൾ വരെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് വരും ദിവസങ്ങളിൽ ചിന്തിക്കും ദൈവം അനുവദിച്ചാൽ. ഇന്ന് രാത്രിയിൽ അതിന്റെ 13ാമത്തെ വാക്യമാണ് ദൈവം നൽകി തന്നിരിക്കുന്ന ദൂത്. അതിന്റെ മുകളിൽ ആലോചനയുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ കർത്താവിന്റെ നിയോഗത്തോടെ എടുക്കാം. അവൻ 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. 2, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. 3, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും. 4, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. 4 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആലോചനയായിട്ട് വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ചില ആമേൻ ദൈവമക്കളോട് ദൈവത്തിന് പറയാനുള്ള ആദ്യത്തെ ദൂത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. ആമേൻ പറഞ്ഞാട്ടെ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ, കഷ്ടതകളെ സഹിക്കുക. ഇന്ന് രാത്രി നമ്മൾ പലപ്പോഴും പറയുന്നൊരു പദമുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. ഇന്ന് രാത്രി ഈ ദൂതിലൊന്ന് ആമേൻ പറഞ്ഞോണേ. എനിക്ക് സഹിക്കാനൊക്കാത്തതാണ് ചുറ്റും നടക്കുന്നത്.
എനിക്ക് ഈ കഷ്ടതയെ സഹിക്കാനുള്ള ശക്തിയില്ല, എനിക്കൊരു ബലമില്ല. പക്ഷെ വചനം പറയുന്ന ദൂതിന് ആമേൻ പറയണം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ സഹിച്ചാൽ അധികം വൈകാതെ ഒരു വിടുതൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറഞ്ഞ്, ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ കഴിയുന്നവർ ആമേൻ എന്ന് പറയും, സ്വീകരിച്ചേ. ഇപ്പോൾ കർത്താവ് പറയുന്ന ദൂതാണ്, ചില കഷ്ടതകൾ ജീവിതത്തിന്റെ നടുവിൽ ദൈവമേ പറ്റത്തില്ലെന്നല്ല പറയേണ്ടത്, ഞാൻ സഹിക്കുകയാണ്. അതൊരു കൃപയാ പ്രിയപ്പെട്ടവരെ, അതൊരു കൃപയാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചില കഷ്ടതകൾ ശത്രു നമ്മെ നോക്കി പറയും നീ കഷ്ടത്തിലാണെന്ന്. പക്ഷെ ഇന്ന് രാത്രി നാം പറയും ഞാൻ ഈ കഷ്ടത സഹിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ കഷ്ടതയുടെ അപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആമേൻ പറയാൻ പറ്റുന്നവർ നാമേ പറയില്ല. ലാൽച്ചി എമ്മിനോട് കർത്താവ് പറയാണ് ഈ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു മഹത്വം വെളിപ്പെടും. സ്വീകരിക്കാൻ കഴിയുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞ്. ഇപ്പോൾ ഈ മാസം നിങ്ങൾ കടന്നു പോകുന്ന, കഴിഞ്ഞ മാസങ്ങൾ നിങ്ങൾ കടന്നുപോയ, ഈ സീസണിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയാണ് ഭാരപ്പെടരുത്, ഭാരപ്പെടരുത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭാരപ്പെടരുത്, സഹിക്കുക, സഹിക്കുക. ബിബിനാമോൾ, നിന്റെ ജീവിതത്തിൽ വന്ന ചില കഷ്ടതകളെ നീ സഹിക്കാൻ ദൈവം ദൂത് പറയുക. രാജു ജോസഫിനോട് കർത്താവ് പറയുക കഷ്ടതയെ സഹിക്കുക. രണ്ടു തരം കഷ്ടതകളുണ്ട്. ഒന്ന്, ദൈവം തന്റെ ശുശ്രൂഷയിൽ ദൈവം നമ്മെ നിർത്തുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നമ്മെ നിർത്തുമ്പോൾ, വിശ്വാസത്തിന്റെ ശോധന ഒരുപക്ഷെ കഷ്ടമായി നമ്മുടെ ജീവിതത്തിൽ കയറി വരും. മറന്നുപോകല്ലേ? ഒന്നുകൂടി ഞാൻ പറയാം. നാം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ കഷ്ടതയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. പക്ഷെ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു ദൈവഹിതം വെളിപ്പെടുമെന്ന് വചനത്തിലുണ്ട്. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി സ്വീകരിച്ചു. നിന്ദയുടെ അപ്പുറത്ത് ഒരു മഹത്വം വെളിപ്പെടുമെന്ന് പറയുന്ന പുസ്തകമാണ് കർത്താവിന്റെ വചനം. പരിഹാസങ്ങളുടെ അപ്പുറത്ത് ദൈവപ്രവൃത്തി നടക്കുമെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ഇതില്ല എന്ന് വചനത്തിലില്ല. യേശുവിനെ അറിഞ്ഞാൽ കഷ്ടതയില്ലെന്ന് വചനത്തിലില്ല. യേശുവിനെ അറിഞ്ഞാൽ നിന്ദയില്ലെന്ന് വചനത്തിലില്ല. യേശുവിനെ അറിഞ്ഞാൽ പ്രയാസങ്ങളില്ലെന്ന് വചനത്തിലില്ല. യേശുവിനെ അറിഞ്ഞാൽ ആമേൻ ഒരു പ്രതികൂലവുമില്ലെന്ന് വചനത്തിൽ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. ആമേൻ പറഞ്ഞു സ്വീകരിക്കാമോ? ആമേൻ ആമേൻ പറഞ്ഞു സ്വീകരിച്ചേ. ഇന്ന് രാത്രി ദൈവശബ്ദം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഒത്തിരി പേരെ നോക്കി ദൈവാത്മാവിൽ പ്രവചിക്കാൻ പറയുക. നിന്റെ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു സഹനത വെളിപ്പെട്ട കർത്താവിന്റെ വചനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കണ്ടോ? അപ്പൊ അർത്ഥം എന്നാന്നറിയോ? ഒരു ദൈവ വൈതൽ കഷ്ടതയെ കൂടെ പോയാൽ അവൻ നശിച്ചു പോകത്തില്ല. ജോൺ, ഇന്ന് രാത്രി ഈ ദൂത് നീ വിശ്വസിക്ക. യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നീ കടന്നു പോകുന്ന കഷ്ടത നിന്നെ നശിപ്പിച്ചു കളയാനുള്ളതല്ല. പ്രിയൻ ബ്രദർ, വിശ്വസിച്ചേ. ഇപ്പോൾ ഈ സീസണിൽ കടന്നു പോകുന്ന ചില കഷ്ടതകൾ, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വേദനിക്കപ്പെടുന്ന ചില അവസ്ഥകൾ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾ സഹിക്കാൻ കർത്താവ് പറയുകയാണ്. സഹിക്കാൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരൊക്കെ കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ചിലത് സഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദൈവം തന്റെ മഹത്വത്തിന്റെ കരം വെളിപ്പെടുത്തി മാനിച്ചിട്ടുണ്ട്. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ നിങ്ങളെ നോക്കി വിളിച്ചു പറയാൻ ഒരു ദൂത് ഇപ്പോൾ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ ലൈഫിനകത്ത്
കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു നിങ്ങൾക്കെതിരെ കൊണ്ടുവന്നത്, ദുഷ്ടൻ നിങ്ങൾക്കെതിരെ പോരാടിയത്, നിങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കാൻ നോക്കിയത്, ഒന്നുകൂടി പറഞ്ഞ നിരാശപ്പെടുത്തി കളയാൻ നോക്കിയത്, ഈ രാത്രിയിൽ ദൈവത്താൽ മറികടക്കാൻ പോകുകയാണ്. ദൈവത്താൽ മറികടക്കാൻ പോകുകയാണ്. സാലി റെച്ചി വിശ്വസിച്ചോണം. ഒരു വല്ലാത്ത വേദന ശത്രു നിന്റെ ജീവിതത്തിലിട്ടത്, വല്ലാത്തൊരു പ്രതികൂലം നിന്റെ ജീവിതത്തിലിട്ടത്, ആമേൻ, ഇതിനെ മറികടക്കത്തില്ല എന്ന് നീ തോന്നിയിരിക്കരുത്. ഇതിനെ മറികടക്കും, മറികടക്കും, മറികടക്കും. ബോവസ് എബ്രഹാം പരിശുദ്ധാത്മാവ് പറയുക, ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ചില പ്രതികൂലങ്ങൾ ദൈവത്താൽ മറികടക്കുമെന്ന് വിശ്വസിക്കാൻ കർത്താവ് പറയുന്നു. ഒന്നിനെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടണ്ട. രാജി ജോൺ കർത്താവ് വളരെ വ്യക്തമായി പറയുക, ഇപ്പോൾ അനുഭവിക്കപ്പെടുന്ന ചില മാനസിക വ്യഥകളും കടന്നു പോകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളും നശിച്ചു പോകേണ്ടുന്നതിനല്ലെന്ന് വിളിച്ചു പറയാൻ ദൈവാത്മാവ് ആലോചന പറയുക. റോഡി എബ്രഹാങ്ങളെ അടുത്തൊരു സീസണിലേക്ക് ദൈവം കയറ്റാൻ പോകുക, അടുത്തൊരു നന്മയിലേക്ക് ദൈവം കയറ്റാൻ പോകുക, അടുത്തൊരു വാഗ്ദത്തത്തിലേക്ക് ദൈവം കയറ്റാൻ പോകുക. അനുഭവിച്ച വേദനകളോട് ദൈവം പ്രതികരിക്കുന്ന ഒരു കാലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഓ നന്ദി കർത്താവ്, നന്ദി കർത്താവ്. സംഭവിക്കപ്പെടട്ടെ, സംഭവിക്കപ്പെടട്ടെ, സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ, അത്ഭുതകരമായ നന്മകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ലൈവിലുള്ളവരെല്ലാം നാമം പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഒരു സ്വർഗീയ മറുപടിയുടെ സീസൺ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. മോൻശ്രീയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും. ആ കൂടാരത്തിനകത്ത് ദൈവം തീരുമാനിച്ചത് സംഭവിക്കപ്പെടും. നിങ്ങളുടെ കഷ്ടതകളെ മറികടക്കുന്ന ഒരു ദൈവകരം ചലിക്കാൻ പോകുകയാണ്. വേദനകളെ മറികടക്കുന്ന ഒരു ദൈവകരം ചലിക്കാൻ പോകുകയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രതികൂലത്തെ മറികടക്കുന്ന ഒരു ദൈവകരം ചലിക്കാൻ പോകുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സംഭവിക്കപ്പെടട്ടെ, ആ വിടുതൽ സംഭവിക്കപ്പെടട്ടെ, അത്ഭുതം നടക്കട്ടെ. ലാർത്തല പ്രബലകജലകടകതിരിയ. ഓ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു, കാര്യം സാധിക്കപ്പെടാൻ പോകുകയാണ്, അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്, വലിയൊരു ദൈവ പ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിരോധമായി ശത്രു കൊണ്ടുവന്ന തന്ത്രങ്ങൾ പരാജയപ്പെടുന്നത് ഞാൻ കാണുന്നു. പരാജയപ്പെടുകയാണ്, പരാജയപ്പെടുകയാണ്. അഭിഷേകത്തോടെ സ്വീകരിക്കുക. ഈ ദൈവവചനത്തെ ഒന്ന് സ്വീകരിച്ചേ. എന്നിട്ട് വിശ്വാസത്താൽ, വിശ്വാസത്താൽ വിളിച്ചു പറയുക, എന്റെ ദൈവത്തിന്റെ നീതിയിൽ ഞാൻ നടക്കാൻ പോകുകയാണ്, എന്റെ ദൈവത്തിന്റെ അടയാളത്തിൽ ഞാൻ നടക്കാൻ പോകുകയാണ്, എന്റെ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ ഞാൻ നടക്കാൻ പോകുകയാണ്. ഇനി ഞാൻ തകർന്നു പോകുന്ന കാലങ്ങളല്ല. ഓ യേശുവിൻ നാമത്തിൽ, ഇനി ഞാൻ വീണു പോകുന്ന കാലങ്ങളല്ല, ഇനി ഞാൻ നശിച്ചു വീഴുന്ന കാലങ്ങളല്ല, ഇനി ഞാൻ വേദനിക്കപ്പെടുന്ന കാലങ്ങളല്ല, ഇനി ഞാൻ ഉടയപ്പെടുന്ന കാലങ്ങളല്ല. ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചേ. ഇപ്പോൾ കർത്താവ് ചിലത് ആരംഭിക്കാൻ പോകുന്നു. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു സ്വർഗീയ മറുപടിയുടെ കാലം വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിനക്കൊരു മറുപടി ഇല്ലെന്ന് ശത്രു പറയുന്ന സ്ഥാനത്ത്, നിനക്കൊരു നന്മ ഇല്ലെന്ന് പറയുന്ന സ്ഥാനത്ത്, നിനക്കൊരു ഉയർച്ച ഇല്ലെന്ന് പറയുന്ന സ്ഥാനത്ത്, നീ വാഗ്ദത്തം കാണത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, വാഗ്ദത്തം കാണും, ദൈവപ്രവൃത്തി കാണും. ഇതൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഒരു ഉന്നത വഴിയിലേക്ക് കർത്താവ് ചിലരെ കൊണ്ടുവരാൻ പോകുകയാണ്. ഒരു നന്മയുടെ സീസണിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? എൽസമ്മ റോയിയോട് കർത്താവ് പറയുക, ഈ കഷ്ടതയുടെ അപ്പുറത്ത് വാഗ്ദത്തം ഉണ്ടെന്ന്. ഇനി ലൈവിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അടുത്ത 20 മിനിറ്റ് കൂടെ ഈ ദൂതിലുമായിട്ട് നമ്മൾ ഒന്നിച്ചു പോകുന്നത്. ആ 20 മിനിറ്റ് ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ, മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കർത്താവ് ഒരു ദൂത് നിങ്ങളോട് പറയും. ഈ ദൂതിനകത്ത് അസാധാരണമായ വഴി കർത്താവ് തുറക്കാൻ തുടങ്ങും. ഞാനൊരു കാര്യം പറയട്ടെ, കഷ്ടത വരുമ്പം മനുഷ്യൻ അകന്നു പോകും. നമ്മളെ സ്നേഹിച്ചവരെല്ലാം മാറിപ്പോകും. നമ്മുടെ കൂടെ ഉണ്ടെന്ന് കരുതുന്നവരെല്ലാം നീങ്ങിപ്പോകും. അത് അവരുടെ കുഴപ്പമല്ല. ചിലത് നാം ഒറ്റയ്ക്ക് മറികടന്നേ മതിയാകത്തുള്ളെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഇന്ന് വചനം കേൾക്കുന്ന ഭൂരിപക്ഷ ആളുകളും സ്കൂളുകളിൽ പഠിച്ച ആളുകളാണ്. ഒരുപക്ഷെ ന്യൂനപക്ഷമായ ആരെങ്കിലുമേ അത്രത്തോളം പഠനമില്ലാത്തതുള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഒന്നിച്ചിരുന്ന ഒരേ ക്ലാസ്സിന് വ്യത്യസ്ത ബെഞ്ചിലാണെങ്കിലും അടുക്കൽ ഇരുന്ന് 4ഉം 5ഉം 6ഉം പേരൊക്കെ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. ആമേൻ. 5ഉം 6ഉം പേരൊക്കെ ഒരേ ബെഞ്ചിലിരുന്നാ പഠിക്കുന്നത്. ക്ലാസ് ടെസ്റ്റ് എഴുതുമ്പോഴും 5ഉം 6ഉം പേരും ഒക്കെ ഒന്നിച്ചിരുന്ന് എഴുതാൻ പറ്റും. പക്ഷെ മെയിൻ എക്സാം വരുമ്പോ നമ്മുടെ അടുക്കൽ ഇന്നലെ നമ്മുടെ കൂടെ ഇരുന്ന കൂട്ടുകാരൻ ഇരിക്കത്തില്ല. നമ്മളെ ഒരുപക്ഷെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്നേഹിതരിക്കത്തില്ല. നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന് എല്ലാ ആൻസറും അറിയാം, പക്ഷെ ഒന്നും പറഞ്ഞു തരില്ല, പറഞ്ഞു തരുവാൻ കഴിയുകയില്ല. എന്താ? നമ്മൾ ഒറ്റയ്ക്ക് അതിനെ ഫേസ് ചെയ്യണം. ഇന്ന് രാത്രി എൻ്റെ ഒരു ചോദ്യം ഇങ്ങനാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ വേദന വരുമ്പോൾ ദൈവത്തോട് പറയത്തില്ലേ, കർത്താവേ, എൻ്റെ ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളോ? ഈ വേദനയുടെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളോ? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. നമ്മൾ പലപ്പോഴും പറയുന്നതല്ലേ. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുക, ഇന്നലെ നീ എഴുതിയ ഈ ലോകത്തിന്റെ പരീക്ഷകളിൽ നീ ഒറ്റയ്ക്കല്ലായിരുന്നോ? അവിടെ മാനുഷികമായി സഹായിക്കാൻ ആരുമില്ലായിരുന്നല്ലോ. പക്ഷെ ഇത്രത്തോളം ദൈവം നടത്തിയില്ലേ? അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പറയുക, ഇന്നലകളിൽ നടന്നതിനേക്കാൾ മാന്യമായി ദൈവം ഇനിയും നിങ്ങളെ നടത്താൻ പോകുകയാണ്. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ? നാളിതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത, നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരനുഗ്രഹം വെളിപ്പെടാൻ പോകുക. ആദ്യമായിട്ട് ലൈവ് വന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമേൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരു ദൂത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയും. ബിന്ദുക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന്റെ അടയാളം നടക്കാൻ പോകുക. വിജി ബെറ്റി ജേക്കബിനോട് കർത്താവ് പറയുന്നു, ദൈവ നീതിയുടെ അകത്ത് കർത്താവ് നിർത്താൻ പോകുകയാണ്. ലാലി വർഗീസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മറികടക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ബെറ്റി ജേക്കബിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനെ സഹിക്കുക. വചനം പറയുന്നു, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ സഹിഷ്ണുത കാണിക്കുക. നന്മയുള്ളപ്പോൾ നമ്മളെല്ലാം എപ്പോഴും സന്തോഷിക്കാറുണ്ട്. നന്മയുള്ളപ്പോൾ നമ്മളെല്ലാം ആനന്ദിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ വരുന്ന ചില കഷ്ടതകളുടെ നടുവിൽ അതിനോടുള്ള പ്രതികരണം എന്താണ്? ഒറ്റപ്പെടലുകൾ വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ്? ലീല സന്തോഷ് ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേട്ട് ആമേൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചില പ്രതികൂലങ്ങളോട് ദൈവം പ്രതികരിക്കാൻ പോകുക. നിന്ദകളോട് ദൈവം പ്രതികരിക്കാൻ പോകുക. പരിഹാസങ്ങളോട് ദൈവം പ്രതികരിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ പല ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. ഝാൻസിയോട് കർത്താവ് പറയാം, നിന്റെ കഷ്ടതയോട് ദൈവം പ്രതികരിക്കാൻ പോകുകയാണ്. ഒരു സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മനുഷ്യൻ പലപ്പോഴും വാതിലുകൾ അടയ്ക്കുമ്പോൾ
ദൈവം ചിലത് തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. സ്വീകരിച്ചേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവത്തിന്റെ അടയാളം നടക്കാൻ പോകുന്നത് ആത്മാവിൽ കാണുന്നു. പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ഒരു പ്രവൃത്തി കർത്താവ് അയക്കും. വലിയൊരു അടയാളം കർത്താവ് അയക്കും. ബീന ഷാജുവിനോട് കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ പദ്ധതികൾ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്തുവാൻ പോകുകയാണ്. യെസ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് ദൈവം പ്രതികരിക്കാൻ പോകുകയാണ്. സന്തോഷ് കുമാറിനോട് കർത്താവ് പറയാം, ദൈവം കാര്യം ചെയ്യാൻ പോവാ. ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ പ്രവൃത്തി കർത്താവ് അയക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടതയെ നിങ്ങൾ മറികടക്കാൻ പോവുകയാണ്. കർത്താവ് അങ്ങനെ തന്നെ പറയാം. ചിലരുടെ കഷ്ടതയെ മറികടക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ബീന ശക്തിയോടെ പ്രാർത്ഥിച്ചു. ചിലതിനെ മറികടക്കുന്ന കാലമായെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഉല്ലാസ് പീറ്ററിനോട് കർത്താവ് പറയുന്നു, ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, നിങ്ങളിൽ ഒരു വൻ പ്രവൃത്തി കർത്താവ് ചെയ്യും. നിങ്ങളുടെ കഷ്ടതകളെ നിങ്ങൾ മറികടക്കും. ഇതൊരു ദൂത. ഈ ദൂതിനകത്ത് സഹിച്ചോണ്ടിരിക്കുന്ന, കർത്താവ് എന്നോട് പറയുക, സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ നിങ്ങൾ മറികടക്കാൻ പോകുകയാണ്. സഹിച്ചും അടുത്തെന്ന് തോന്നുന്ന ചിലതിനെ മറികടക്കാൻ പോകുകയാണ്. സഹിച്ചും അടുത്തെന്ന് കരുതുന്നതിനെ മറികടക്കാൻ പോകുകയാണ്. ടിൻസി മേരി തോമസ് മറികടക്കുമെന്ന് കർത്താവ് പറയുകയാണ്. മറികടക്കും. ജോളി റെച്ചിമനോട് കർത്താവ് പറയുക, മറികടക്കും. വിക്ടർ ജോൺസനോട് കർത്താവ് പറയുക, ഈ പ്രതിസന്ധികളെ മറികടക്കും. ലീല ശശിധരനോട് കർത്താവ് പറയുക, ഈ പ്രതികൂലത്തെ മറികടക്കും. ഓ താങ്ക് യു. നിസി കൃഷ്ണൻ പരിശുദ്ധാത്മ പറയുന്ന ദൂതിനൊന്ന് വിധേയപ്പെടുത്തി പ്രാർത്ഥിച്ചു. നാളിതുവരെ കടന്നുപോയതുപോലല്ല, ഒരു ദൈവ പ്രവൃത്തിയുടെ കാലഘട്ടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. രഞ്ജിത് കുമാറിനോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്വർഗീയ മറുപടി ഉണ്ടാകും. നിനക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരുണ്ട്. എന്റെ ഈ കഷ്ടത എങ്ങനെ അവസാനിക്കും? എന്റെ പ്രതികൂലം എങ്ങനെ അവസാനിക്കും? എന്റെ പ്രശ്നം എങ്ങനെ അവസാനിക്കും? ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെയുള്ളൊരു ചിന്ത നിന്നെ വല്ലാതെ അലട്ടുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി പറയുക, നിന്നെ രക്ഷിക്കാൻ അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല.
മനുഷ്യൻ അകന്നാലും ദൈവം അകലുകയില്ല. വ്യക്തിപരമായ ചില വിടുതലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. വ്യക്തിപരമായ നിലകളിൽ ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. നിന്നെ ഒതുക്കിയ ശത്രു പരാജയപ്പെടുന്നത് ഞാൻ കാണുന്നു. നിന്നോട് പോരാടിയ പൈശാചിക മണ്ഡലങ്ങൾ വീഴുന്നത് ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ചേ ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുത്തി പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്തേണ്ടതിന് പ്രാർത്ഥിച്ചേ. മറികടക്കണം. ആ സഹിഷ്ണുതയുടെ മേഖലയിലേക്ക് കർത്താവ് നടത്തുന്നത് നിന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല, നിന്നെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. പെട്ടെന്നുണ്ടായ കഷ്ടത, പെട്ടെന്നുണ്ടായ വേദന, പെട്ടെന്നുണ്ടായ തകർച്ചകൾ, പെട്ടെന്നുണ്ടായ ഒറ്റപ്പെടലുകൾ, പെട്ടെന്ന് നിങ്ങൾ കടന്നുപോയ മേഖലകൾ, അതിനെ മറികടക്കാൻ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചേ. യേശുവിൻ നാമത്തിൽ ഡാനി സൂസനോട് കർത്താവ് പറയുന്നു, ലൈഫിനകത്ത് ഒരു വലിയ കാര്യം ദൈവം ചെയ്യും. അത് പെട്ടെന്ന് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അത് സംഭവിക്കപ്പെടുന്ന ഒരു സീസൺ ആകുകയാണ്. സംഭവിക്കപ്പെടും. ആ വിടുതൽ നടക്കപ്പെടും. ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഒരടയാളം നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് ദൈവം പ്രതികരിക്കും. ആമേൻ പറഞ്ഞു സ്വീകരിച്ചേ. സ്വർഗം ചിലത് ഒരുക്കുന്നതിന് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ അടയാളത്തിന് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ എൻ്റെ ദൈവത്താൽ നന്മ കാണുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ അനുഗ്രഹങ്ങൾ ആരും കവരുകയില്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ആ കഷ്ടതയെ മറികടക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നത് ഞാൻ കാണുക. നിന്നെ ഭയപ്പെടുത്തിയ കഷ്ടതയുടെ മേൽ ജയം ഉണ്ടാകാൻ പോവാ. ശോഭാമോൾ ജയം ഉണ്ടാകാൻ പോവാ. ആശാമോൾ ഫിലിപ്പ്, കർത്താവ് പറയുന്നു ഒരു വലിയ ജയം കർത്താവ് ഒരുക്കാൻ പോകുകയാണ്. ജയിപ്പിക്കും. സിസ്റ്റർ പ്രിയയോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു വലിയ ജയം കർത്താവ് ഒരുക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചേ. ദൈവനീതിയുടെ അകത്തേക്ക് കർത്താവ് നിങ്ങളെ കടത്തും. അതിൽ മാറ്റമില്ല. ദൈവിക അത്ഭുതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കടത്തും. മാറ്റമില്ല. ശത്രു പരാജയപ്പെടുന്നത് ആത്മാവിക്കാണ്. നിങ്ങൾക്ക് വിരോധമായി പോരാടിയ ആ കഷ്ടതയുടെ ബന്ധനം അടിയുന്നത് ആത്മാവിക്കാണ്. സ്വീകരിച്ചേ. ദൈവത്തിന്റെ നീതിയുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അനുഗോഗിലൂടെ കർത്താവ് പറയുക,
ദൈവനീതിയിൽ കർത്താവ് നിങ്ങളെ നിർത്തും. ശത്രു പരാജയപ്പെട്ടു പോകും. ശത്രു പരാജയപ്പെട്ടു പോകും. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാൻ നിന്ന പൈശാചിക മണ്ഡലങ്ങൾ പരാജയപ്പെട്ടു പോകും. രക്തത്താല് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ പറയാ, ഇനി നീ ഒരു പ്രതികൂലത്തിനകത്ത് പോയി വീഴുകയല്ല. ആ പ്രതികൂലത്തിൽ നിന്ന് മടങ്ങി വരാൻ പോവാ. ആ പ്രശ്നത്തിൽ നിന്ന് മടങ്ങി വരാൻ പോവാ. ശത്രു ഒരുക്കിയത് യേശുവിൻ നാമത്തിൽ മാറട്ടെ. ശത്രു ഒരുക്കിയ തന്ത്രങ്ങൾ മാറട്ടെ. പൈശാചിക മേഖലകൾ നിങ്ങൾക്ക് വിരോധമായി ഒരുക്കിയത് മാറട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവം തൊടുകയാണ്. ദൈവം തൊടുകയാണ്. ദൈവം തൊടുകയാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ദൈവം തൊടുകയാണ്. നിങ്ങളിൽ ഒരു വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരത്ഭുതം ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഒരു ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. എൽസമ്മ റോയ്ക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ പ്രതികൂലത്തെ നീ മറികടക്കുമെന്ന് കർത്താവ് പറയുന്നു. ജൂലി തോമസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയൊരു അത്ഭുത കാര്യം ദൈവം ചെയ്യാൻ പോകുകയാണ്. വലിയൊരു അടയാളം ദൈവം ചെയ്യാൻ പോകുകയാണ്. ഈ രാത്രിയിൽ നിങ്ങളുടെ കരച്ചിലിനെ ദൈവം കണ്ടിട്ടുണ്ട്. സുമാമാനൻ പ്രാർത്ഥിച്ചോ. വെല്ലുവിളികളെ മറികടക്കുന്ന ഒരു അഭിഷേകം, പ്രതികൂലത്തെ മറികടക്കുന്ന ഒരു അഭിഷേകം യേശുവിൻ നാമത്തിൽ. കഷ്ടതകളുടെ മേൽ ജയിക്കുന്ന ഒരു സഹിഷ്ണുത. അമ്മ പറഞ്ഞു, സ്വീകരിച്ചേ, നിന്റെ കഷ്ടത ഇനി അധികം വാഴത്തില്ല. നിന്റെ കഷ്ടത ഇനി അധികം വാഴുകയില്ല. നിന്റെ കഷ്ടത ഇനി അധികം വാഴുകയില്ല. കർത്താവ് അങ്ങനെ തന്നെ പറയുക, നിന്റെ ജീവിതത്തിൽ വാഴ്ച നടത്തിയ പൈശാചിക മണ്ഡലങ്ങൾ വീഴുകയാണ്. വീഴുകയാണ്. അജിത് ജോർജിനോട് കർത്താവ് പറയുന്നു, വീഴുകയാണ്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വത്സ തോമസിനോട് കർത്താവ് പറയുന്നു, ദൈവ പ്രവർത്തികൾ നടന്നിരിക്കും. ദൈവത്തിന്റെ അത്ഭുതം നടന്നിരിക്കും. ദൈവിക അടയാളം നടന്നിരിക്കും. ഷൈച്ചു ആറിനോട് കർത്താവ് പറയുന്നു, കാത്തിരിക്ക് ഒരു സ്വർഗീയ മറുപടിക്ക് വേണ്ടി. കാത്തിരിക്ക ദൈവഹിതത്തിന് വേണ്ടി. ഈ പ്രശ്നത്തെയും മറികടക്കും. ലൈവിലുള്ളവരെല്ലോ നാമേ പറഞ്ഞേ. ദൈവം ചിലത് ചെയ്യട്ടെ. ദൈവം ചിലത് ചെയ്യട്ടെ. ദൈവം ചിലത് ഒരുക്കട്ടെ. ദൈവം നിന്റെ വീടിനോടുള്ള ബന്ധത്തിൽ ചിലത് ഒരുക്കട്ടെ. ദൈവം നിങ്ങളുടെ ആമേൻ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചിലത് ഒരുക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കപ്പെടുമെന്ന് വിശ്വസിക്കുക. നടക്കുമെന്ന് വിശ്വസിക്കുക. സ്വപ്ന അരുൺ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. ജൂലി ചിവി ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുക.
യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, എന്റെ പ്രതികൂലത്തിന്റെ മേലൊരു ക്ഷയമുണ്ട്, എന്റെ സങ്കടത്തിന്റെ മേലൊരു ക്ഷയമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആദ്യമായിട്ട് ലൈവിൽ വന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാവിലെ 6 മണിക്ക് നമ്മുടെ പ്രഭാത സന്ദേശമുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ പ്രൊഫറ്റിക്കൽ ലൈവ് ഉണ്ട്. തിരുവല്ല പട്ടണത്തിൽ അനുഗ്രഹീതമായ ഒരു ദൈവസഭയുണ്ട്, രഹബോത്ത് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ അയക്കുക. പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴയിലോ കോട്ടയത്തോ ഒക്കെ ഉള്ളവർക്ക് എത്തിച്ചേരുവാൻ കഴിയും. നേരിൽ വരുവാൻ കഴിയുന്നവർ നേരിൽ വരിക. എല്ലാ ഞായറാഴ്ചയും 8:30 മണി മുതൽ 11 മണി വരെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. നേരിൽ വന്നാൽ ഒരു ദൈവശബ്ദം നിങ്ങളോട് വ്യക്തിപരമായി പറയുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട്. നേരിൽ വരിക. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ഇന്ന് രാത്രി കേട്ട ദൈവശബ്ദം ഇതാണ്: കഷ്ടതയെ സഹിക്കുക. നിങ്ങളോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ദൈവം ഈ ദൂത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ദൂതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേട്ട ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരു നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ആമേൻ, വിശാലതയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുവാൻ കർത്താവ് നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ മാത്രം അത് ചെയ്യുക. ഇന്ന് രാത്രി ഒരു ഓഫറിംഗ് കൊടുക്കാൻ, ഒരു ടൈറ്റായിട്ട് കൊടുക്കാൻ, ഈ പുതിയ മാസത്തിൽ ഒരു നന്മ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അർപ്പിക്കുവാൻ, ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ GPay നമ്പർ ഉണ്ട്, അത് സേവ് ചെയ്യുക. ഫോൺപേ നമ്പർ സേവ് ചെയ്യുക. മറ്റേതെങ്കിലും ക്രമീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ആ നിലകളിലും നിങ്ങൾക്ക് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നന്മകൾ കൈമാറാം. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കനന്തരം നിങ്ങൾ ആ സ്തോത്ര വഴിപാടുകൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വഴികളെ, വാതിലുകളെ തുറക്കണമേ. അവരെ സമൃദ്ധിയിൽ ദൈവം കാക്കണമേ. ഇന്ന് അർപ്പിക്കുന്ന ഓഫറിങ്ങുകൾ ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ, ആമേൻ, ധാരാളം അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഓഫറിംഗ് കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ ടൈപ്പ് ചെയ്ത് ടിൻസി മേരി തോമസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ. ബിജി സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാലമ്മ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി ശേഖറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീല സന്തോഷിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഞ്ജു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോണി അബ്രഹാമിനായി പ്രാർത്ഥിക്കുന്നു. സ്വപ്ന അരുണിനായി പ്രാർത്ഥിക്കുന്നു. മിനിമോൾക്കായി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. സ്വപ്ന അരുണിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ലാലമ്മ ജോണിനെ ബ്ലസ് ചെയ്യുന്നു. മോളി ജോർജിനെ അനുഗ്രഹിക്കുന്നു. മിനു പീറ്റിയെ അനുഗ്രഹിക്കുന്നു. മിനി ശേഖറിനെ അനുഗ്രഹിക്കുന്നു. ജിനി തോമസിനെ അനുഗ്രഹിക്കുന്നു. എബി ചക്ക ബ്രദറിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശോഭ മോളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മൻസുലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സോന ഫ്രാൻസിസിനെ ബ്ലസ് ചെയ്യുന്നു. അജിത് ജോർജിനെ അനുഗ്രഹിക്കുന്നു. ഷൈനി എബിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശോഭ മോളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. റോസമ്മ ഡയസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വത്സമ്മ ഡേവിഡിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയക്കായി പ്രാർത്ഥിക്കുന്നു. സാലി റജുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗമ്യക്കായി പ്രാർത്ഥിക്കുന്നു. ജോളി അനിലിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ അനുഗ്രഹത്തിന് കർത്താവ് നടത്തട്ടെ. ലതാ രമേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓമന ജെയിംസിന് വേണ്ടി തുഷാര ഡെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ പിയാറിനായി പ്രാർത്ഥിക്കുന്നു. ആന്റണി കക്കാരിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്തേർ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശോഭാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗോകുലിനായി പ്രാർത്ഥിക്കുന്നു. ബിനു കേരളക്കായി പ്രാർത്ഥിക്കുന്നു. ബിന്ദു കേക്കായി പ്രാർത്ഥിക്കുന്നു.
തങ്കച്ചൻ വീഡിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആര്യ പ്രസാദിനെ ബ്ലസ് ചെയ്യുന്നു. എസ്തേറിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രിൻസി വി പത്രോസ് സൗദി അറേബ്യയിലാണല്ലോ, കഴിയുന്നില്ല. യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ജോലിയുടെ വഴി കർത്താവ് തുറക്കട്ടെ. മോളി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ PR-നായി പ്രാർത്ഥിക്കുന്നു. രമ്യ പൊന്നുവിനായി പ്രാർത്ഥിക്കുന്നു. ശോഭമുൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജ് BS-നായി പ്രാർത്ഥിക്കുന്നു. ഷൈബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷാകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയമ്മ ജേക്കബിനെ ബ്ലസ് ചെയ്യുന്നു. ജോളി അനിലിനെ അനുഗ്രഹിക്കുന്നു. ഹെലൻ ഇഗ്നേഷ്യസിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലാലമ്മ ജോണിനെ അനുഗ്രഹിക്കുന്നു. നിഹാൽ റോണിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലീല ശശിധരനെ ബ്ലസ് ചെയ്യുന്നു. രഞ്ജിത് കുമാറിനെ അനുഗ്രഹിക്കുന്നു. ആര്യ പ്രസാദ് ആ സ്കാനിങ്ങിൽ എല്ലാം നോർമലാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. വിക്ടർ ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെലൻ ഇഗ്നേഷ്യസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു കെയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഞ്ജിത് കുമാറിനായി പ്രാർത്ഥിക്കുന്നു. സ്വപ്നാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര്യ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിനായി പ്രാർത്ഥിക്കുന്നു. സജിക്കായി പ്രാർത്ഥിക്കുന്നു. ആ സജി പറയപ്പെട്ട വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു. ലീല സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. സുമാ ബാലനായി പ്രാർത്ഥിക്കുന്നു. ലാലി ഷാജുവിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അത്ഭുതം കാണട്ടെ, അത്ഭുതം കാണട്ടെ. ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്നു. ലില്ലി ചെറുവാരക്കോണത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശോഭവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്നു. മോൻസിക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹ PR-ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ലൈവിൽ വന്ന എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ ബ്ലസ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കും. കുഞ്ഞിനമ്മയ്ക്കായി പ്രാർത്ഥിക്കും. കല്യാണി അമ്മയ്ക്കായി പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ ബേബിക്കുട്ടി ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. റേച്ചൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു. സ്വപ്നാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സൗമ്യയുടെ കുഞ്ഞ് സ്വപ്നം കണ്ട് ഉണർന്ന് കരയുന്ന അന്തരീക്ഷം യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. മഞ്ജു ജയലിനെ ബ്ലസ് ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നന്മകൾ അർപ്പിക്കാം, ഓഫറിംഗ് കൊടുക്കാം. ഷൈജു ആറിനെ അനുഗ്രഹിക്കുന്നു. ജീനാമോൾ സേവറിനെ ബ്ലസ് ചെയ്യുന്നു. നന്ദിനെ അനുഗ്രഹിക്കുന്നു. ഒമന ജെയിംസിനെ അനുഗ്രഹിക്കുന്നു. സീനെ അനുഗ്രഹിക്കുന്നു. ലീല സന്തോഷിനെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. ലൈവിൽ വന്ന എല്ലാ കുടുംബങ്ങളിലും ആര്യപ്രസാദിന്റെ അമ്മയുടെ ക്യാൻസർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബിബിനാമോൾ CBയിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. സീനയിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി എല്ലാവരിലും ദൈവം അത്ഭുതം ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.